ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാജീവിനെ സുന്ദരനാക്കി മാറ്റി കഴിയുമ്പോഴാണ് ചായയുമായി അവിടേക്ക് അർച്ചന എത്തിയത്. അർച്ചന ചായ കൊടുത്തതും രണ്ടുപേരും സന്തോഷത്തോടെ ചായ കുടിക്കുന്നതിനിടയിൽ രാജീവിന് ചൂട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായി തന്നെ ഗൂഗിൾ അന്വേഷിക്കണം. ഗൂഗിളിന്റെ സ്നേഹത്തോടെയുള്ള പരിചരണത്തിൽ താൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എത്രയോ വലുതായിരുന്നുവെന്നും ഇത്രത്തോളം ഞാൻ അവരെ ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കുറ്റബോധമായിരുന്നു രാജീവിന്റെ മനസ്സിലാകെ. രാജീവ് ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെ ഓർത്ത് വേദനയോടെ ഗോകുലിനെ നോക്കുമ്പോഴേക്കും ചായ കുടിപ്പിച്ചതിന് ശേഷം ഗോകുൽ പറഞ്ഞു, എന്നാ അളിയനിവിടെ ഇരിക്കട്ടോ, എനിക്ക് ഒന്ന് രണ്ട് കേസ് ഒന്ന് നോക്കാനുണ്ട്, കേസ് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശിശിരി ഇവിടേക്ക് എത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ട് അർച്ചനയും ഗോകുലും കൂടി റൂമിൽ നിന്ന് പോയി. അർച്ചന ആ ചായ കുടിച്ച കപ്പുമായിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചനയോടും ഗോകുലിനോടും താൻ കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും സത്യങ്ങൾ നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നുവെന്നും ഇത്രത്തോളം അവരടുത്ത് കഴിയുമ്പോൾ ഇനി അവരെ പിരിക്കുന്നത് ശരിയല്ലെന്നും താനായി ചെയ്തു പോയ തെറ്റുകളെയൊക്കെ ഓർത്ത് തന്റെ കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് ഒരു വിധത്തിൽ സ്വാധീനമറ്റുപോയ ആ കൈയിലെ ചലനശേഷി വീണ്ടെടുത്തുകൊണ്ട് രാജീവ് ബന്ധപ്പെട്ട് തന്റെ കണ്ണുനീര് തുടയ്ക്കണം. അതിനുശേഷമാണ് ആതിരയുടെ അരികിലേക്ക് കമലമ്മയും ആരതിയും കമലമ്മയും അനഘയും ഒക്കെ എത്തിയത്. അവരും വന്ന് ആതിരയെ സമാധാനപ്പെടുത്തുകയാണ്. ഇത്രയും നേരമായിട്ട് സന്ദീപിനെ വിളിച്ചിട്ടൊന്നും കിട്ടാത്തതിന്റെ നിരാശയിലിരിക്കുമ്പോൾ സ്നേഹയും തന്റെ ഫോൺ എടുത്ത് സന്ദീപിനെ വിളിച്ചു നോക്കുന്നു. പക്ഷെ ആരുടെ ഫോൺ കോളും അറ്റൻഡ് ചെയ്യാതെ സന്ദീപ് മദ്യപിച്ച് ലെക്ക് കെട്ട് വഴിയിലൂടെ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഒടുവിൽ ആതിരയുടെ വിഷമം കണ്ട് അരികിലേക്ക് എത്തിയ സച്ചിയോട് കാര്യങ്ങൾ കമലമ്മയും മറ്റെല്ലാവരും അറിയിച്ചു. എങ്ങനെയും അവനെ കണ്ടെത്താമെന്നും അവന്റെ ഈ സ്വഭാവം ശരിയല്ല എന്നും അവന്റെ മനസ്സിൽ മുഴുവൻ എന്നോട് വിരോധമാണ്, ഞാൻ മനഃപൂർവ്വം അന്ന് കേസ് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഈ കേസിൽ നമുക്ക് വിജയിക്കാൻ കഴിയാതെന്നാണ് അവന്റെ ധാരണ. സത്യത്തിൽ നമ്മളെ ആ വക്കീൽ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് സച്ചി തന്റെ അന്നത്തെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എങ്കിലും സന്ദീപിനോട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, അത്രത്തോളം ഞാൻ അവനോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ അവനിപ്പോ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാതെ ഇവിടുന്ന് എല്ലാവരോടും പിണങ്ങി ഇങ്ങനെ അകന്നു മാറി നടക്കുന്നതെന്ന് സങ്കടത്തോടെ ആതിര ചോദിക്കുമ്പോൾ അതോർത്ത് വിഷമിക്കുന്നെന്നും അവനെ എങ്ങനെയും ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് സച്ചി ആതിരയ്ക്ക് വാക്ക് നൽകുകയാണ്. അവന്റെ ഈ സ്വഭാവം എങ്ങനെയും മാറ്റിയേ തീരുമെന്നും സച്ചി എല്ലാവരോടും പറയുന്നു. അപ്പോഴാണ് സന്ദീപ് മദ്യപിച്ച് ലെക്കുകെട്ട് വഴിയിലൂടെ നടന്നു വരുന്നതിനിടയിൽ അതുവഴി വരുന്ന ഒരു കാറിന്റെ മുന്നിലേക്ക് സന്ദീപ് ചെന്ന് വീഴുന്നത്. ആ ബോണ്ടിലേക്ക് ചെന്ന് മുഖമടിച്ച് വീഴുമ്പോഴേക്കും അയാൾ വേഗം സഡൻ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അപ്പോഴേക്കും ഡ്രൈവറോട് ചോദിച്ചു, അല്ല ഇതാരാണ് നമ്മുടെ വണ്ടിക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്, അവനെ ഓടിച്ചു വിട് എന്നൊക്കെ പറഞ്ഞപ്പോ ഉടനെ ഡ്രൈവ് ചെയ്തിരുന്ന ആള് മുഖമുയർത്തി അതാരാണെന്ന് നോക്കി. അപ്പോ സന്ദീപാണെന്ന് കണ്ടതോടെ അയാൾ പറഞ്ഞു, ഓ ഇത് സച്ചിയുടെ അനിയനല്ലേ സന്ദീപ്. ഏത് സച്ചിന്ന് ചോദിച്ചപ്പോ അയാള് താനുമായിട്ടുള്ള സച്ചിയുടെ ബന്ധത്തെക്കുറിച്ച് ഭാര്യയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഭാര്യയോട് നമ്മുടെ ഡ്രൈവർ സച്ചി എന്ന് അറിയിച്ചു. അതിനുശേഷം അയാൾ പുറത്തിറങ്ങി സന്ദീപിനെ സമാധാനപ്പെടുത്തുകയാണ്. എടാ നീ ഇങ്ങനെ നടക്കാതെ എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാം, ഇപ്പൊ തന്നെ നീ തലനാരിഴിക്കാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞപ്പോ താൻ പോടോ, ഞാൻ എന്റെ ഇഷ്ടത്തിന് നടക്കൂടോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. പക്ഷെ അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം അയാൾ നടത്തുന്നു. അയാളുടെ പേര് ഹരി എന്നായതുകൊണ്ട് അയാള് വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ അകത്ത് നിന്ന് അയാളുടെ ഭാര്യ വിളിച്ചു, ഹരി താനിങ്ങി വന്നേ, എന്തിനാ ഹരി എന്തിനാ ഇങ്ങനെ വേണ്ടാതെ അയാളുടെ പിന്നാലെ പോകുന്നത്, അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട, അന്ന് എന്തെങ്കിലും കാണിക്കട്ടെ, ഹരി നമുക്ക് പോകാം, ഇനിയും സമയം പാഴാക്കണ്ട എന്ന് പറഞ്ഞ് വേഗം അയാളെ വിളിച്ചുകൊണ്ട് ഭാര്യ വണ്ടി എടുത്ത് പോകുന്നു. അപ്പോഴേക്കും സന്ദീപിന്റെ ഈ പരിപാടികളൊക്കെ ആ വഴിയിൽ കിടന്ന് കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളൊക്കെ കൃത്യമായി മറ്റൊരാൾ വാച്ച് ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഹരിയും ഭാര്യയും കൂടി പോയെന്ന് ഉറപ്പായപ്പോ അയാൾ വേഗം കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും സന്ദീപ് ലെക്ക് ഇട്ട് മുന്നോട്ട് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ചിരിച്ചുകൊണ്ട് മൂർത്തി ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുമ്പോൾ മൂർത്തിക്ക് സന്ദീപിന്റെ ആ പോക്ക് കണ്ടിട്ട് സന്തോഷമായി. മൂർത്തി വേഗം പുറത്തേക്ക് ഇറങ്ങി സന്ദീപ് ബോധം കെട്ടങ്ങനെ നടക്കുന്ന കാഴ്ച കണ്ട് നോക്കി നിന്നു. അതിനുശേഷം അവന്തികയുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു മൂർത്തിയുടെ അപ്രതീക്ഷിതമായ വരവായിരുന്നു. അവന്തിക റൂമിലിരിക്കുമ്പോൾ മൂർത്തി അവിടേക്ക് എത്തിയിട്ട് മേഡം ഒന്ന് വിളിച്ചു. ഉടനെ അവന്തിക അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്താ മൂർത്തി താനെന്താ ഈ സമയത്ത് എന്ന് ചോദിച്ചപ്പോൾ മേഡം കാര്യമുണ്ട്, മേഡം ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അവന്തികയെ വിളിച്ചുകൊണ്ട് തൊട്ടടുത്ത റൂമിലേക്ക് പോകുന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ റൂമിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന സന്ദീപിനെയായിരുന്നു. ഉടനെ അവന്തിക ചോദിച്ചു, അല്ല ഇവനെ എവിടുന്ന് കിട്ടി, നല്ല കാഴ്ചയായിരുന്നു മേഡം, ഞാനേ രാത്രിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ വന്ന വണ്ടിക്കാരുടെ മുന്നിലേക്ക് ചെന്ന് ചാടുകയായിരുന്നു. ഒടുവിൽ ബോധം കെട്ട് ലെക്ക് കെട്ട് നടക്കുക, ഇപ്പോ സ്വബോധമൊന്നുമില്ല, ഞാനതാ വിളിച്ചോണ്ട് പോന്ന് എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, ഇവനെ നമുക്ക് നമ്മുടെ തുറുപ്പുചീട്ടാക്കി മാറ്റാം, ഇവനെ നമുക്ക് വേണം, അവർക്കെതിരെ ഉള്ള ആയുധമാണ് ഇനി ഇവൻ നമുക്ക് എന്ന് പറഞ്ഞ് അവന്തിക സന്ദീപിനെ
നമ്മുടെ പക്ഷത്ത് ചേർക്കാമെന്ന് മൂർത്തിയോട് പറയുന്നു. അങ്ങനെ സന്ദീപിനെ അവിടെ നിർത്താൻ തന്നെ അവന്തിക തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് സച്ചിയും ആരതി വർമ്മയും കൂടി കൊല്ലത്തേക്കുള്ള യാത്ര പുറപ്പെട്ടത്. അങ്ങോട്ട് യാത്രയ്ക്ക് പുറപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സച്ചി ചോദിച്ചു, അല്ല വക്കീലെ, നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? എപ്പോഴാണ് വക്കീലിന് അവിടെ കോടതി കൂടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ 11 മണിക്കാണെന്ന് ആരതി മറുപടി നൽകി. എല്ലാം കേട്ട് കഴിഞ്ഞതും സച്ചി ചോദിച്ചു, അല്ല 11 മണിക്കുള്ളതിന് ഇപ്പോഴും നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ, രാവിലെ പോയാൽ മതിയല്ലോ, വെളുപ്പിനെ പോയാൽ മതി, 1-2 മണിക്കൂർ കൊണ്ട് 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലും, അതിന് ഇത്ര നേരത്തെ നമ്മൾ അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ മാഡം എന്ന് ഇല്ലല്ലോ വക്കീലെ എന്ന് ചോദിച്ചപ്പോൾ ആരതി പറഞ്ഞു, അങ്ങനെ വേഗം ചെന്ന് കോർട്ടിൽ കയറി കേസ് വാദിക്കാനൊന്നും പറ്റില്ല, അവിടെ ചെന്ന് ആദ്യം കേസിനെ കുറിച്ച് പഠിക്കണം, പിന്നെ ഈ കേസ് നേരത്തെ വാദിച്ചിരുന്ന വക്കീലുമായി കൺസൾട്ട് ചെയ്യണം, പിന്നെ കുറെ സീനിയേഴ്സ് ആയിട്ടുള്ള വക്കീലുമാരെ കണ്ട് അവരുടെ ചില സജഷൻസ് സ്വീകരിക്കണം, അവരുടെയൊക്കെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കേട്ടതും സച്ചി ചോദിച്ചു, ഓ അത് ശരി, അപ്പൊ സ്വന്തം കേസ് അല്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതിപ്പോ എന്റെ സ്വന്തം കേസ് തന്നെയാ, നാളെയാണ് ഇത് വാദിച്ചു തുടങ്ങുന്നത്, ഇതിനു മുമ്പ് ഇത് വാദിച്ചിരുന്ന ഷാഹിന മേഡത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഓ അത് ശരി, അപ്പൊ ഇതിന് വേറെ വക്കീലുണ്ടല്ലേ? എന്റെ വക്കീലെ, സ്വന്തമായിട്ടൊരു വക്കീലുടെ ഒരു കേസ് എടുത്താ പോരെ എന്ന് ചോദിച്ചപ്പോ അതെ, സ്വന്തമായിട്ട് കേസ് എടുത്തത് തന്നെയാ. സച്ചിക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചപ്പം, ഹേയ് എന്ത് ബുദ്ധിമുട്ട്, എന്തായാലും നമുക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമല്ലോ, അതുകൊണ്ട് ഷാഹിന മേഡം തന്നെ ഒരു ഹോട്ടലിൽ വിളിച്ച് നമുക്ക് റൂം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ആതിര ആരതി വർമ്മ ഇക്കാര്യം സച്ചിയോട് അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും സച്ചി പറഞ്ഞു, ഓ അത് ശരി, അപ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ടാ നമ്മൾ പോകുന്നതല്ലേ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഗോകുലിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി എത്തിയത്. വാതിക്കലിരുന്ന ശോഭ ഇതാരാണെന്ന് അറിയാനായി അതിശയപ്പെട്ട് നോക്കുമ്പോഴേക്കും കാറ് വന്നെന്ന് അതിൽ നിന്ന് അവന്തിക പുറത്തേക്ക് ഇറങ്ങി. അവന്തികയെ കണ്ടതും ചിരിച്ചുകൊണ്ട് അരികിലേക്ക് എത്തി ശോഭ ചോദിച്ചു, മോളായിരുന്നോ, മോളെന്താ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ അടുത്തൊരു സ്ഥലം വരെ എനിക്ക് വരേണ്ടി വന്നു, അപ്പോൾ ഇവിടെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി, അതാ എന്ന് പറഞ്ഞു. എന്നാൽ മോൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ശോഭ വേഗം അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും അർച്ചന വാതിക്കലേക്ക് എത്തി. അവന്തികയോ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അവന്തികയെ ക്ഷണിച്ച് അവിടെ ഇരുത്തുകയാണ്. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, അതെ, രാജീവിനെ എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ കഴിഞ്ഞില്ല, ഇപ്പൊ എങ്ങനെയുണ്ട്, മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പം, അങ്ങനെ മാറ്റമെന്ന് പറയാറായിട്ടില്ല, എന്തായാലും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു മാറ്റം എന്തായാലും ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർമാരുടെ നിഗമനമെന്നും അർച്ചന അറിയിച്ചു. രാജീവിനെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ, അതിനെന്താ, റൂമിലേക്ക് പോകാലോ എന്ന് പറഞ്ഞ് അർച്ചന രാജീവിന്റെ റൂമിലേക്ക് അവന്തികയെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. രാജീവ് നല്ല മയക്കത്തിലായതുകൊണ്ട് അരികിലേക്ക് എത്തിയ അർച്ചന പതിയെ രാജീവിനെ ഒന്ന് പതുക്കെ തട്ടി വിളിച്ചു. രാജീവ്, ഇതാരാ വന്നത് നോക്കിയേ എന്ന് പറഞ്ഞതും പതിയെ മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു വരുന്ന രാജീവ് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്തിയെ കണ്ടതും വല്ലാത്ത ഭയം രാജീവിന്റെ മനസ്സിലേക്ക് എത്തി. തന്നെ അപായപ്പെടുത്താനായിട്ട് വന്നിരിക്കുകയാണോ ഇവൾ എന്നൊരാശങ്ക രാജീവിനെ അലട്ടി. ഉടനെ രാജീവ് ഭയത്തോടെ അവന്തികയെ നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു, രാജീവിനെ കാണാനായിട്ട് അവന്തിക്ക് വന്നാണ്, എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനേ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഉടനെ രാജീവിന്റെ അരികിലേക്ക് എത്തിയ അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ രാജീവ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭയന്നിരിക്കുന്ന രാജീവ് ആകെ ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. അപ്പോഴാണ് സച്ചിയും ആരതിയും കൂടി നേരെ കൊല്ലത്തേക്ക് വന്നെത്തിയത്. അവിടുത്തെ ഷാഹിന മേഡം പറഞ്ഞ ആ ഹോട്ടലിനടുത്തേക്ക് എത്തി അവിടുത്തെ റിസപ്ഷനിസ്റ്റോട് അവിടുത്തെ ബുക്ക് ചെയ്ത ആ റൂമിനെ കുറിച്ച് ചോദിച്ചു. ഷാഹിന മേഡം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം തന്നെ ആ റൂമിന്റെ കീ എടുത്തു കൊടുത്തു. ഇവിടെ കാർണിവൽ നടക്കുക, അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ബുക്ക് ഹോട്ടലിൽ റൂം കിട്ടാത്തത്, അതുകൊണ്ട് മേഡം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നാണെന്ന് പറഞ്ഞതും ഒരു കീ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോഴേക്കും സച്ചി ആകെ ടെൻഷനിലായി. സച്ചി ചോദിച്ചു, അല്ല അപ്പം ഒരു റൂമിനോട് കീ കിട്ടുമോ എന്ന് സച്ചി അന്വേഷിച്ചപ്പം, അയ്യോ ഇത് തന്നെ മേഡം നേരത്തെ പറഞ്ഞുകൊണ്ടാണ്, സോറി ഇവിടെ എല്ലാം ഇപ്പോൾ ഫിൽഡാണ് എന്ന് റിസപ്ഷനിസ്റ്റ് മറുപടി നൽകി. അപ്പോഴേക്കും സച്ചി ആകെ വിഷമത്തിലായി. സച്ചി പറഞ്ഞു, എന്നാൽ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് നിൽക്കുമ്പോഴേക്കും ഞാൻ പുറത്തെവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരതി പറഞ്ഞു, ഹേ അതെന്തിനാ സച്ചിക്ക് വന്നേ എന്ന് പറഞ്ഞു ആരതി സച്ചിയെ വിളിച്ച് നേരെ ലിഫ്റ്റിൽ കയറി അവരുടെ റൂമിലേക്ക് എത്തി. റൂമും തുറന്ന് ആരതി അകത്തേക്ക് കയറും. സച്ചിയും ആരതിയോടൊപ്പം റൂമിലേക്ക് കയറി വരാനായിട്ട് ആരതി നിർബന്ധിച്ചു. സച്ചി അകത്തേക്ക് വന്നതും റൂമിലേക്ക് എത്തിയ ഉടനെ ആരതി തന്റെ ബാഗ് അവിടെ വെച്ചിട്ട് വേഗം റൂമിൽ എത്തിയതിനു ശേഷം തൻ്റെ മുടിയിലൊക്കെ ക്ലിപ്പൊക്കെ എടുത്ത് മാറ്റി കൊമ്പലൊക്കെ ഊരി വെച്ച് ഫ്രഷ് ആകാനുള്ള തയ്യാറെടുപ്പ് ആരതി നടത്തി. ഇതുകൊണ്ടതും സച്ചി ആകെ ടെൻഷനോടെ പറഞ്ഞു, അതെ ഞാൻ എന്തായാലും കാറിൽ പോയി കിടന്നോളാം, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇല്ല വക്കീലെ എന്ന് പറഞ്ഞു. അത് കേട്ടതും ആരതി ചോദിച്ചു, അതെന്താ എൻ്റെ കൂടെ ഈ റൂമിലിരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല മുമ്പ് അർച്ചനയോടൊപ്പം യാത്രകൾ ചെയ്തിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പം, അതെ അർച്ചനയുടെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ള. അർച്ചനയ്ക്ക് ഹോട്ടലിലൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഹോട്ടലിൽ ദൂരെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ
അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. പക്ഷെ ആ റൂം എടുത്ത ആ ഹോട്ടലിനോട് ഒട്ടും താല്പര്യം അർച്ചനയ്ക്ക് തോന്നിയിരുന്നില്ല. അർച്ചനയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് ഇങ്ങനെ റൂം എടുത്ത് പുറത്ത് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ എൻ്റെ കൂടെ വന്നതിൽ ശശിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഏയ് അങ്ങനെയൊന്നുമില്ല, ആരതിയോട് വക്കീലിനോട് എനിക്കുള്ള സൗഹൃദം അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരതി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ വേറൊന്നും വിചാരിക്കേണ്ട, സച്ചി ഇവിടെ തന്നെ ഇരുന്നു, പിന്നെ ഞാൻ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. സച്ചിക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സോ മറ്റോ വേണോ എന്ന് ചോദിച്ചപ്പം വേണ്ട വക്കീലേ എന്ന് പറഞ്ഞു സച്ചിയെ ബലമായി അർച്ചന ആ ബെഡിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് തൻ്റെ ഫയലുകളും കേസിന് പഠിക്കാനുള്ള ഫയലുകളും മറ്റു പേപ്പേഴ്സും ഒക്കെ എടുത്ത് ആ ടേബിളിലേക്ക് വെച്ച് ലാപ്ടോപ്പ് അവിടെ എടുത്ത് വെക്കുമ്പോഴേക്കും സച്ചി അതെല്ലാം നോക്കി. അതെ, ഞാൻ പറഞ്ഞില്ലേ കേസിനെ കുറിച്ച്, പാവം ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. പാവങ്ങളായതുകൊണ്ട് ആ എതിർപക്ഷത്ത് നിൽക്കുന്ന വലിയ കോടീശ്വരന്മാരായതുകൊണ്ടും പണത്തിന്റെ സ്വാധീനം കൊണ്ട് പലരെയും അവർ അവരുടെ വശത്താക്കി. അതാണ് സംഭവിച്ചത്. എങ്ങനെയും ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം, എങ്ങനെയും ആ പെൺകുട്ടിക്ക് നിയമം അനുശാസിക്കുന്ന നീതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടതോടെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും ആരതി അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ സച്ചി പറഞ്ഞു, അല്ലെങ്കിലും ഫീസ് മേടിക്കാത്ത പാവങ്ങളുടെ വക്കീലാണല്ലോ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ആരതി പറഞ്ഞു, പാവങ്ങളുടെ വക്കീലായിട്ടൊന്നുമല്ല, അത്യാവശ്യം ഞാൻ ഫീസ് മേടിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ചിലരോടൊക്കെ മാത്രം ചില പ്രത്യേക പരിഗണനയിൽ മാത്രം ഫീസ് മേടിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ആരതി വേഗം ടവലൊക്കെ എടുത്ത് ഫ്രഷ് ആകാനായിട്ട് വാഷ്റൂമിലേക്ക് കയറുന്നു. സച്ചി ആരതിയുടെ സംസാരവും രീതികളും ഒക്കെ നോക്കി വളരെ സന്തോഷത്തോടെ നോക്കുന്നു. അതിനുശേഷം ആരതി ഫ്രഷൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ അവന്തിക തന്റെ മുന്നിലിരിക്കുന്ന രാജീവിനെ ഭയപ്പെടുത്താൻ തന്നെ തീരുമാനിച്ച് അരികിലേക്ക് എത്തുകയായിരുന്നു. രാജീവ് ആകെ ഞെട്ടിത്തെറിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവന്തികയോട് ആ നിൽപ്പ് കണ്ട് അവന്തിക രാജീവിനോട് ചോദിച്ചു, എന്താ രാജീവേ, എന്നെ കണ്ടിട്ട് വല്ലാത്ത പേടി തോന്നുന്നുണ്ടോ? അതെ, ഞാൻ തന്നെ ഉപദ്രവിക്കാനായിട്ട് എത്തിയതൊന്നുമല്ല, പക്ഷേ എനിക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും നിനക്ക് നാവിന് ചലനശേഷി കിട്ടിയാൽ ഒരു കാരണവശാലും പുറത്ത് പറയാൻ പാടില്ല. അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. അർച്ചനയെ സംബന്ധിക്കുന്ന ഒരു രഹസ്യവും നിന്റെ നാവിൽ നിന്ന് പുറത്തു വരരുത്. നീ ഒരിക്കലും അക്കാര്യം ആരോടും പറയാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നിനക്ക് ജീവനോടെ ഇനി മുന്നോട്ട് പോകാം. ഇല്ല എങ്കിൽ ഈ കിടപ്പിൽ തന്നെ നിന്റെ ജീവിതം ഞാൻ അങ്ങ് അവസാനിപ്പിക്കുമെന്ന് അവന്തിക ഭീഷണിപ്പെടുത്തി. അത് കേട്ടതോടെ ആകെ ഭയന്ന് രാജീവ് അങ്ങ് നിൽക്കുമ്പോഴേക്കും അവർക്കുള്ള ചായയുമായിട്ട് അർച്ചന മുറിയിലേക്ക് എത്തി. അപ്പോഴാണ് സച്ചിയും ആരതി വർമ്മയും അവര് രണ്ടുപേരും ഫ്രഷൊക്കെ ആയതിനു ശേഷം ആരതി തന്റെ കേസിന്റെ ഫയലുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരതിയെയും സച്ചിയെയും അപമാനിക്കാനും അവരെ കെണിയിലകപ്പെടുത്താനുമായിട്ട് അവന്തിക നിർദ്ദേശിച്ച പ്രകാരം അവരുടെ കൃത്യമായ നീക്കങ്ങൾ, ആരതിയുടെയും സച്ചിയുടെയും ഒരുമിച്ചുള്ള യാത്രകൾ കൃത്യമായി മൂർത്തിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ അക്കാര്യം അവരെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തെത്തിയ അവരെ പിടികൂടാനായിട്ട് ആരതി വർമ്മയെയും സച്ചിയെയും കൃത്യമായി കെണിയിലകപ്പെടുത്താൻ അവിടേക്ക് എത്തിയ പോലീസുകാർ അവർക്ക് എതിരെ കേസുമായിട്ടെത്തി. അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ നിമിഷത്തിൽ അപ്രതീക്ഷിതമായി അവരെ അറസ്റ്റ് ചെയ്ത് എന്തിന്റെ പേരിലാണ് എന്ന് ആരതി അന്വേഷിച്ചു. അവരെ രണ്ടുപേരെയും പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുമ്പോൾ കുറേ മഞ്ഞപ്പത്രക്കാരും കുറേ മൊബൈൽ ന്യൂസ് ചാനൽമാരും ഒക്കെ അവിടെ വന്ന് ആ കൃത്യമായിട്ടുള്ള ആ ഫോട്ടോസ്, അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ലൈവായി അവർ ഷൂട്ട് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് ആരതി ദേഷ്യപ്പെടുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ആരതി ശരിക്കും താൻ ഒരു ലോയർ ആണ് എന്നതിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി അവിടെ വെളിപ്പെടുത്തുകയാണ്. അവിടെ നിന്നുകൊണ്ട് താൻ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ്, അല്ലെങ്കിൽ എന്തിന് തങ്ങളെ അറസ്റ്റ് ചെയ്തു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്, നിങ്ങൾ റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് രണ്ട് സുഹൃത്തുക്കൾ ഒരു റൂമിൽ നിൽക്കുന്നത്, അത്ര വൃത്തികെട്ട കാര്യമാണോ എന്നൊക്കെ ചോദിച്ച് ആരതി സ്റ്റേഷനിലെത്തിയ സിഐയും SIയും ഒക്കെ ചോദ്യം ചെയ്തു. ഒരു ലോയറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകാതെ, കൃത്യമായ തെളിവുകളോ പരാതിയോ ഒന്നുമില്ലാതെ വെറുതെ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിൽ ഇതിന് നിങ്ങൾ കൃത്യമായും കോടതിയിൽ തന്റെ മുന്നിൽ ഇതിനുള്ള മറുപടി നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ്, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ പിടികൂടാൻ അറസ്റ്റ് ചെയ്യാൻ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കിടുകിട വിറപ്പിച്ച് ആരതി സച്ചിയെയും വിളിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോന്നു. അങ്ങനെ സച്ചിയെയും ആരതിയെയും ഒന്നും ചെയ്യാനാകാതെ പോലീസുകാരും ആകെ നാണം കെട്ട് തല കുനിച്ചു നിന്നു.